തിങ്ങി നിറഞ്ഞ ജനസഞ്ചയത്തെ സാക്ഷിയാക്കി രാമചന്ദ്രൻ കാട്ടാക്കട ഷോറൂം ഉദ്ഘാടനം ചെയ്തു. കസ്തൂരിബായി രാമചന്ദ്രനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, മുൻ സ്പീക്കർ എൻ ശക്തൻ, കാട്ടാക്കട MLA IB സതീഷ്, അരുവിക്കര MLA G സ്റ്റീഫൻ, കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് നവോദയ കൃഷ്ണൻകുട്ടി, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് സുനിൽ, കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സതീന്ദ്രൻ, MR ബൈജു, ബിജു, സുരേഷ്, ഹരി, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ, വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. രാമചന്ദ്രൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ J സുന്ദരലിംഗം, ഡയറക്ടർമാരായ J ശരവണചന്ദ്രൻ, R ബാലചന്ദ്രൻ, R സദ്ഗുണചന്ദ്രൻ, S ശിവകുമാർ, R ഹരീഷ് കുമാർ എന്നിവരും കുടുംബാംഗങ്ങളും രാമചന്ദ്രൻ ജീവനക്കാരും പങ്കെടുത്തു. തുണിത്തരങ്ങൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ എന്നിവ ഓരോന്നും പൊതുജനങ്ങൾക്ക് സൗകര്യപൂർവ്വം തിരഞ്ഞെടുക്കത്തക്ക വിധം വെവ്വേറെ നിലകളിലായി പുതിയ ഷോറൂമിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. കവർ ചെയ്യാൻ പറ്റുന്നില്ല സർ. എല്ലാവർക്കും നമസ്കാരം. തിരുവനന്തപുരത്ത് നമുക്കിത് 15ാമത്തെ ഔട്ട്ലെറ്റ് ആണ്. ഇവിടെ കാട്ടാക്കടയിൽ നമ്മുടെ പ്രവർത്തനം വരണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. ആ രീതിയിൽ നമുക്ക് സഹകരിച്ച എല്ലാവർക്കും ഞാൻ ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാ കടകളിലും പ്രവർത്തിക്കുന്നത് പോലെയാണ് ഇവിടെയും നമ്മുടെ പ്രവർത്തനം തുടരും. പാവപ്പെട്ടവർക്കും ഇവിടെ വന്ന് കുറഞ്ഞ വിലയ്ക്ക് തുണി വാങ്ങിക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ഏക ലക്ഷ്യം. ആ രീതിയിൽ തുടർന്ന് നമ്മൾ കാട്ടാക്കടയിൽ പ്രവർത്തിക്കും. ഇതിനായി ഞങ്ങൾക്ക് സഹകരിച്ച എല്ലാവർക്കും MLA-മാർ എല്ലാവരും വന്നിരുന്നു, ശക്തൻ സാർ വന്നിരുന്നു, ഈ കാട്ടാക്കട പ്രസിഡന്റ് വന്നിരുന്നു, പ്രതിനിധികൾ വന്നിരുന്നു, ഈ നാട്ടുകാർ വന്നിരുന്നു. എല്ലാവർക്കും എൻ്റെയും രാമചന്ദ്രന്റെയും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. രാമേന്ദ്ര ടെക്സ്റ്റൈൽസ് തിരുവനന്തപുരത്ത് ആദ്യമായി ആരംഭിക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിരുന്നു. അന്ന് മുതലുള്ള ഒരു ബന്ധം രാമേന്ദ്ര ടെക്സ്റ്റൈൽസുമായിട്ടുണ്ട്. പലപ്പോഴും രാമേന്ദ്ര ടെക്സ്റ്റൈൽസിന്റെ കടയുടെ മുന്നിൽ കൂടെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ നല്ല തിരക്കാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ ഇത്രയധികം ജനങ്ങൾ ഒരു കടയെ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവാം. പക്ഷെ ഞാനിതുവരെ കാര്യമായിട്ടൊരു പർച്ചേസ് ഒന്നും നടത്തിയിട്ടില്ല. കാരണം വെച്ചാൽ അവിടെ ചെന്നാൽ ഏതാണ്ട് ഒരുപാട് സമയം കാത്തുവയ്ക്കേണ്ടി വരും, അത്ര നല്ല തിരക്കാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഗുണനിലവാരത്തിലും അതുപോലെ തന്നെ വിലയിലും ഒക്കെ തന്നെ നമ്മുടെ നാട്ടുകാർക്ക് പിന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയാണ്. ഇപ്പോൾ 15ാമത് സ്റ്റോറാണ് അവരിവിടെ ആരംഭിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലും അവർക്ക് വലിയ ഷോപ്പുണ്ട്. വളരെ സാധാരണക്കാരായിട്ടുള്ള
ഉള്ളവരാണ്. എല്ലാവരോടും നല്ല നിലയിലുള്ള പെരുമാറ്റമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ സഹകരിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നത്. എന്തായാലും ഈ പുതിയ കടയ്ക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്.